Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ ഇന്ന് വന്നത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഫോണിനെ പറ്റി സംസാരിക്കാനാണ്. പോക്കോ F7. നമ്മളെ നാട്ടിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ 31,999 രൂപ, വിച്ച് ഈസ് 32,000 റുപ്പീസ്. 512 GB സ്റ്റോറേജ് ആണെങ്കിൽ 35,000 എന്തോ ആണ് വരുന്നത്. ദുബായിലാണെങ്കിൽ 1499 ദിർഹംസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 12 GB LPDDR5Xൻ്റെ റാമും 512 GB റോം ആണ്. റോം നമ്മുടെ UFS 4.1 ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി. ഈ ഒരൊറ്റ മോഡലാണെന്ന് തോന്നുന്നു ദുബായിലുള്ളത്. 256 ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത് മേടിക്കാൻ 1499 ആണ്. ഞാൻ അത് കൊടുത്താണ് ഇത് മേടിച്ചത്. മറ്റേ ലിമിറ്റഡ് എഡിഷൻ മേടിക്കണമെന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി, ബിക്കോസ് ഇറ്റ്സ് ലിമിറ്റഡ് എഡിഷൻ. നാട്ടിലെ അവസ്ഥയും അത് തന്നെയാണ്. ആ ഫോണിൻ്റെ ആ ഒരു ഡിസൈൻ, ഇതിൻ്റെ ആ ഒരു ലിമിറ്റഡ് എഡിഷൻ സിൽവർ, ഈ ബ്ലാക്ക്, പിന്നെ ഒരു വൈറ്റ് ആണ് വരുന്നത്. ഐ തിങ്ക് വൈറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ, ബിക്കോസ് ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഗ്ലാസ് ബാക്കാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസ് വരും വിത്തൗട്ട് കേസ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ. പിന്നെ പെട്ടിയിലകത്ത് നമുക്ക് അടിപൊളി ഒരു ബ്ലാക്ക് ഒരു കേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സിം എജക്റ്റിംഗ് ടൂള് ഇതിൻ്റെ അകത്തുണ്ട്, ബുക്കും പേപ്പറും തുടങ്ങിയ സാധനം. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ കേസ് വരുന്നത്. ബ്ലാക്ക് കേസാണ്, നല്ലൊരു ക്വാളിറ്റി കേസ് തന്നെ, കുറ്റമൊന്നും പറയാനില്ല. എന്തിനാണെങ്കിലും വേ ബെറ്റർ ദാൻ നോട്ട് ഗിവിങ് എ കേസ്. ദേ ആർ ഗിവിങ് റിയലി ഗുഡ് കേസ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജ് ആവുന്ന പരിപാടി തീരും കേട്ടോ. പിന്നെ പെട്ടിയിലകത്ത് നമുക്കൊരു 90 വാട്ടിൻ്റെ ചാർജർ തരുന്നുണ്ട്. 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് പെട്ടിയിലകത്ത് തരുന്നുണ്ട്. ടൈപ്പ് A ടു ടൈപ്പ് C കേബിളാണ്. സോ പവർ ഡെലിവറി അല്ല. സോ ഇത് സാധാ ചാർജറാണ്. ഇത് വെച്ച് നമുക്ക് ഫോൺ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു സാധനം നമുക്ക് പെട്ടിയിലകത്ത് തരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിൻ്റെ അകത്തുണ്ട്. അതായത് നമുക്ക് ഈ ഫോണിനെ വയറായിട്ട് കുത്തിയിട്ട് വേറൊരു ഫോണിന് ചാർജ് കൊടുക്കാം. അല്ലാതെ വയർലെസ് ചാർജിങ് അല്ല, റിവേഴ്സ് വയേർഡ് ചാർജിങ് ആണ്. റിവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു കേബിൾ വെച്ച് വേറൊരു സാധനത്തിന് ചാർജ് കൊടുക്കാം. പക്ഷേ ഗ്ലോബൽ വേരിയൻറ്റിൽ 6500 mAh ബാറ്ററി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ വരുമ്പം 7550 mAh ബാറ്ററിയാണ് വന്നത്. അതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെ കേസ് എനിക്കുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ലൈഫ് മാത്രമേ എനിക്ക് ബേസിക്കലി കിട്ടും. ഞാൻ യൂസ് ചെയ്തതിനിട്ട് ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബാറ്ററി ലൈഫൊന്നും അല്ല. ഒരു ഫുൾ ഡേ കിട്ടും. രാവിലെ തൊട്ട് രാത്രി വരെ. രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു 20%, 25% നമ്മളുടെ യൂസേജ് അനുസരിച്ചിരിക്കും. നിങ്ങൾ ഒരുപാട് ഗെയിം കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കുറയും. നല്ലൊരു ഹെവി അത്യാവശ്യം ഞാൻ നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ഫോണൊന്നുമല്ല. ഇറ്റ്സ് എ വെരി സോളിഡ് ഫോൺ. പിന്നെ ഈ ഒരു പച്ച ലൈനൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊള്ളാം. നല്ലൊരു എന്താ പറയുക, കാണാനൊക്കെ അത്യാവശ്യം മൊഞ്ചൊക്കെ ഉള്ളൊരു ഫോണാണ്. അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. ബാക്ക് ഗ്ലാസ് ആണ്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ ഗംഭീര ഒരു 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ്. വേരിയബിൾ റിഫ്രഷ് റേറ്റ് ഒന്നും മറ്റേ LTPO പാനലല്ല. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണുന്നവർക്ക് ചില സിനിമകൾ ഡോൾബി വിഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയിൽ ഇത് കാണാൻ പറ്റും. HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 3200 പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ നിങ്ങൾക്ക് 1700 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരെ പോകും. അതായത് വെയിലത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്തെങ്കിലും ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് അത്യാവശ്യം ഡിസ്പ്ലേ നല്ല രീതിയിൽ തന്നെ വിസിബിൾ ആണ്. അല്ലാത്ത പക്ഷം ടിപ്പിക്കലി നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആക്കൂലേ, ഇത് 800 നിറ്റ്സ് ആണ് വരുന്നത്. അതായത് നമ്മൾ ഫുൾ ബ്രൈറ്റ്നസ് ഇടുമ്പോൾ 800 നിറ്റ്സ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് തരുന്നത്. വളരെ ഗംഭീരം. നമുക്കിപ്പോൾ യൂട്യൂബ് കാണാനാണെങ്കിലും ഇൻസ്റ്റാഗ്രാം കാണാനൊക്കെ ആണെങ്കിലൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. നമുക്ക് സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള, അല്ല സ്പീക്കറിൽ മറ്റേ ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് അറിയാമല്ലേ, അതിലൊന്നുമില്ല. ഈ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ഒരു പരിപാടിയാണ്. നമ്മൾ ഇവർ പറയുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇത് ട്വീക്കാവും. അതായത് ഇവർ ഡോൾബിയിൽ ഇത് വെച്ചിട്ടാണ് ഈ സാധനം സൗണ്ട് ട്വീക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയണതാണ്. അപ്പോൾ നല്ലൊരു സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. റീല് കാണാനും ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആണ്. യൂട്യൂബ് കാണാൻ, നമുക്ക് പ്രൈം കാണാൻ, എല്ലാത്തിലും യാതൊരു പ്രശ്നവുമില്ല. ടോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്യുവൽ സ്പീക്കറാണ് വരുന്നത്.
വിച്ച് സപ്പോർട്ട് ഡോൾബി അറ്റ്മോസ്. വെറും പേരിന് മാത്രമാണ്. ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലും താഴെയും ഒക്കെ അതായത് നമ്മളുടെ ഈ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള സൗണ്ടിങ്ങിനെയാണ് ഇവർ അറ്റ്മോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് തിയേറ്ററിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണം വരുന്നത്. അല്ലാത്ത പക്ഷേ ഇതിലുള്ള സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേരിന്, അത് ഡോൾബി കൊടുത്ത ഒരു ബ്രാൻഡിൻ്റെ ഒരു ഡീലുണ്ടല്ലോ, ആ സാധനമാണ്. അല്ലാതെ ശരിക്കുമുള്ള ഡോൾബി അറ്റ്മോസ് ഒന്നും അല്ല. പിന്നെ ഓഡിയോ കോഡക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കോഡക്കും ഉണ്ട്. ആപ്ടെക് കോഡക്ക് വരുന്നുണ്ട്, അതായത് സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ് ഇരിക്കുന്നത് കൊണ്ട് ആപ്ടെക്സിൻ്റെ കോഡക്ക് എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് LHDC, LDAC സകല സാധനങ്ങളും നമുക്ക് സപ്പോർട്ടാവും. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ ഡിസ്പ്ലേയിൽ മറ്റേ PWM ഡിമ്മിങ് ഉണ്ട്. 3000 എത്രയോ ഹേർട്സിൻ്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. വെറ്റ്, അതായത് മഴയത്തൊക്കെ നനഞ്ഞ് നിങ്ങൾ ഈ സാധനം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്കാവുന്നതാണ്. ചിലവരെ കൈ പെട്ടെന്ന് നനയും, ടെൻഷൻ കാരണം നനയാറുണ്ട്. ചിലവരല്ലാതെ നനയുന്ന കൈയുണ്ട്. അങ്ങനത്തെ ഉള്ളവർക്കും ഒരു കുഴപ്പമില്ലാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാപ്റ്റിക് അടിപൊളിയാണ്. ലീനിയർ ആക്സിസ് മറ്റേ വൈബ്രേഷൻ ഇതാണ് കൊടുത്തേക്കുന്നത്. വെരി നൈസ്. നല്ല പഞ്ചി ആയിട്ടുള്ള ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് ചില സമയത്ത് ഗെയിമൊക്കെ കളിക്കുമ്പോൾ സമയത്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഗ്രിഡ് ലെജൻഡൊക്കെ പോലത്തെ നല്ല ഗെയിംസ് കളിക്കുമ്പം ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഭയങ്കര രസമാണ്. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ പെർഫോമൻസ് തന്നെയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. പക്ഷേ 1.9 മില്യൻ്റെ ആൻഡ്രോയിഡ് സ്കോറൊക്കെ ഞാൻ മാക്സിമം നോക്കിയിട്ട് പെർഫോമൻസ് മോഡ് ഇട്ടിട്ട് പോലും 1.9, 1.8 ഒക്കെ വരുന്നുള്ളൂ. ഒരു 2 കയറുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പെർഫോമൻസ് സൈഡിൽ ആ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ് ഇരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം ഒരു 2-3 വർഷം കുഴപ്പമില്ലാതെ പെർഫോമൻസ് നമുക്ക് കിട്ടും. ചൂടാവുന്നുണ്ട് ഫോൺ. അത് ഗെയിം കളിക്കുമ്പം നല്ല രീതിയിലുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഭാഗം നല്ല രീതിയിലൊന്ന് ചെറുതായിട്ട് ചൂടാവണുണ്ട്. 3D മാർക്ക് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ അവസ്ഥ ഇതാണ്. നമസ്കാരം. നമ്മുടെ പോക്കോ, എൻ്റെ കൈ എനിക്ക് തൊടാൻ വയ്യ. പോക്കോ F7 3D മാർക്കിൻ്റെ ടെസ്റ്റാണ്. ഡിവൈസ് ഓവർ ഹീറ്റഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില തൊടാൻ വയ്യാത്ത രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ. ഓഹോ നൈസ്. സോ അത് ഷൗമിയുടെ എല്ലാ ഫോണിൻ്റെയും ഗതി ഇത് തന്നെയാണ്. 3D മാർക്ക് അവർക്ക് പറ്റുന്നില്ല. എന്താ അത്രയ്ക്ക് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് വെച്ച് ഈ ഫോൺ ഒരിക്കലും ഒരു മോശം ഫോണല്ല, ഗെയിം കളിക്കാനൊന്നും വിഷയമല്ല. പക്ഷെ ചെറുതായിട്ട് ഹീറ്റ് മെച്ചോറിറ്റി കണ്ട ഈ ഒരു പോർഷനിൽ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സുഖം. സോ അതാണ് ഫോണിൻ്റെ ചൂടിൻ്റെ അവസ്ഥ. കണ്ടല്ലോ, ആ ഓവർ ഹീറ്റിംഗ് എന്നുള്ള ഒരു മെസ്സേജും വരും. തൊടാൻ പറ്റൂല, ഇവിടേക്ക് ഇങ്ങനെ പൊള്ളും. അതാണ് അവസ്ഥ. പക്ഷേ നമ്മൾ CPU ത്രോട്ടിൽ ചെയ്യുന്ന സമയത്ത് ത്രോട്ടിലാവുന്നതേ ഉള്ളൂ. ഏകദേശം 84% എന്തോ ആണ് എനിക്ക് CPU ത്രോട്ടിൽ. 87% CPU ത്രോട്ടിൽ കിട്ടി. ഇതാണ് 1.8 മാത്രമേ എനിക്ക് ആൻഡ്രോയിഡ്. അപ്പോൾ അതായത് ഇവർ ഒരു ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 അല്ല ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, അവർ ക്ലോക്ക്ഡ് ആയിട്ട് അതായത് പിടിച്ചിട്ടുണ്ട്, പെർഫോമൻസ് പിടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ത്രോട്ടിലിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്താണെങ്കിലും ഞാൻ പറയാം, അതൊന്നും നമ്മളുടെ ഒരു ഡെയിലി യൂസേജിലോ അതിലൊന്നും ഇതൊന്നും ഒരിക്കലും നമ്മൾ വിസിബിൾ ആകത്തില്ല. നിങ്ങൾ ഗെയിം കളിക്കുന്ന സാധനം ഞാൻ പറയാം, സ്നാപ്ഡ്രാഗൻ്റെ ടോപ്പ് ഇതായിട്ടും റാമും ഒക്കെ സെറ്റ് ആയതുകൊണ്ട് ഗെയിമൊക്കെ പുഷ്പം പോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. പിന്നെ ഗെയിം മോഡുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ മറ്റേ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ റിയലി ഗുഡ് ഫോൺ ഫോർ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 20 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ബാക്കിൽ ഒരു 50 മെഗാ പിക്സലിൻ്റെ OIS വരുന്ന ഒരു സോണിയുടെ സെൻസറും ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വേസ്റ്റ് സെൻസറുമാണ് വെച്ചേക്കുന്നത്. ആ 50 മെഗാ പിക്സൽ വെച്ചിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 20 മെഗാ പിക്സലായതുകൊണ്ട് സെൽഫീസും അത്യാവശ്യം കുഴപ്പമില്ല. ഇരുട്ടത്തും രാത്രിയൊക്കെ കാണുന്ന സമയത്ത് ശോകമാണ്. ഒരുമാതിരി നമ്മളെ മുഖമൊക്കെ ഒരുമാതിരി ടെക്സ്ചർ ഇല്ലാത്ത രീതിയിലൊക്കെ കാണുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല. ബാക്ക് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് അപ് ടു 60 FPS. ഇതാണ് നമ്മുടെ 4K 60 FPSൻ്റെ ഷോട്ട് കേട്ടോ. പോക്കോ F7 വെച്ചിട്ടാണ് എടുക്കുന്നത്. 4K വൈഡ് ആംഗിളിൽ പോവില്ല, മെയിൻ സെൻസറിൽ മാത്രമേ ഉള്ളൂ 4K 60. സോ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് പറ്റും, ഡിജിറ്റൽ ക്രോപ്പ്. ഇവിടെ 1080p 60 FPS വരെ ഫ്രണ്ടിൽ നമുക്ക് ഇതുള്ളൂ, വീഡിയോയുടെ ഇതുള്ളൂ. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ പോക്കോ F7 ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി. 1080p 60 FPS ആണ്. അത്ര ഗംഭീരമല്ല. ഹൈലൈറ്റ്സൊക്കെ മുഖത്തൊക്കെ കണ്ടു, പക്ഷേ എന്തോ നോട്ട് ദാറ്റ് ഗ്രേറ്റ്.
സോ EIS ആണ് നമ്മുടെ സ്റ്റെബിലിറ്റി വരുന്നത്. ഒരു പോരാ, വെരി നോട്ട് ദാറ്റ് ഗ്രേറ്റ്, ബട്ട് പിന്നെ എടുത്ത് പറയാനായിട്ടാണെങ്കിൽ വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോൺ, ഒരു അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറയും നല്ല ഡിസ്പ്ലേയും നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയും നല്ല ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫോൺ, ഒരു ചീപ്പായിട്ടുള്ള ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയത്തില്ല. നല്ലൊരു പ്രീമിയം ഫോണായിട്ടാണ് എനിക്ക് ഈ ഒരു ഫോൺ ഫീൽ ചെയ്തത്, പോക്കോ X7. പിന്നെ ഇന്ത്യയിലുള്ളവർക്ക് 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ്. ഇത് ദുബായിലുള്ളവർ, അതായത് ഗ്ലോബൽ യൂണിറ്റിൽ നിങ്ങൾക്ക് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ചിലവർ ചോദിക്കും, ഇപ്പം ഞാൻ ഈ ബാറ്ററിയുടെ കേസ് പറഞ്ഞില്ലേ, 6500 mAh ആണ് ഉള്ളത്. അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിൽ BIS സർട്ടിഫിക്കേഷൻ എന്ന് സാധനമുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് ഫോണിൽ എങ്ങനത്തെ ഫീച്ചേഴ്സ് കൊടുക്കണം, എത്ര ബാറ്ററി പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് BIS ആണ്. ബാക്കിയുള്ളവർ ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ അടിക്കുന്നത്. അതായത് യൂറോപ്യൻ യൂണിയനിലുള്ളവന്മാർക്ക് എന്തിന് വേണമെന്നുള്ള വെച്ചിട്ടാണ് ബാക്കിയുള്ള ഗ്ലോബൽ ഫോണുകൾ ഇറങ്ങുന്നത്. അതാണ് ഈ ചില സമയത്ത് നമ്മൾ ചൈനയിൽ ഒരുപാട് ബാറ്ററി ലൈഫും ഒരുപാട് സാധനങ്ങളൊക്കെ കാണും. പക്ഷേ യൂറോപ്യൻ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ വരുമ്പം ബാറ്ററി ലൈഫ് കുറയും, ഇത് കുറയും, അത് കുറയും. അതിൻ്റെ ഒരു ഡിഫറൻസ് ഇതുകൊണ്ടാണ്. യൂറോപ്യൻ യൂണിയനാണ് മെയിനായിട്ട് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. അതല്ലാതെ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ BIS അണ്ണന്മാരുണ്ട്. BIS അണ്ണന്മാരുടെ കോമഡി എന്ന് പറഞ്ഞാൽ അവരെ തോന്നിയാസമാണ്. അവർക്ക് തോന്നുമ്പോൾ അവർ കൊടുക്കും, തോന്നണ പോലെയാണ്. അത് ചൊറിയാണ്. അത് ഞാൻ എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ചൈനയിൽ ഇറങ്ങുന്ന അതേ സമയത്ത് നമ്മളെ നാട്ടിൽ വരാത്. ബിക്കോസ് അവിടെ അവന്മാർ 3-4 മാസം മുന്നേ കൊടുക്കണം. അപ്പോൾ അവന്മാരെ മൂഡ് അനുസരിച്ച് അവന്മാർ അടിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ BISൻ്റെ ഒരു വലിയ മഹത്വമാണത്. പിന്നെ അവർക്ക് അറിയാമല്ലോ, ചൈനീസ് പ്രോഡക്ട്സിൻ്റെ അടുത്ത് നമ്മളെ ഇന്ത്യക്കാർക്ക് പൊതുവേ ഒരു വെറുപ്പുണ്ട്. ആ വെറുപ്പ് കാരണം തന്നെയാണ് ചൈന പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ ഓൺ ടൈം ഇറങ്ങാത്തതും ആ സെയിം സ്പെക്കിൽ ഇവിടെ ഇറങ്ങാത്തതിൻ്റെ മെയിൻ റീസൺ. അവർ പറയും, ഇത് കൊണ്ടുവരുമ്പോൾ പറയും, ഇത് ഇത്ര mAh വേണ്ട, പറ്റൂല, വേറെ കുറയ്ക്കി എന്നൊക്കെ പറയും. ചിലപ്പം ഇതുപോലെ 7550 ഒക്കെ ഭാഗ്യത്തിന് കിട്ടും. അതൊക്കെ അവരെ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന HyperOS ആണ്. ഷൗമി യൂസ് ചെയ്യുന്നവർക്ക് അറിയാം HyperOSൻ്റെ പരിപാടി വളരെ ഫാസ്റ്റ് ആൻഡ് സ്നാപ്പിയൊക്കെ തന്നെയാണ്. യാതൊരു വിഷയമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഷൗമി 15 അൾട്രയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ആകെ എൻകൗണ്ടർ ചെയ്യുന്നത് ബാറ്ററി ഡ്രെയിനിങ് ആണ്. അത് ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇത് ഞാൻ പറയാം, 6500 mAhൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതെങ്കിൽ പോലും ഒരു 1.5 ദിവസം വരെ നിൽക്കണം. അതായത് രാത്രി നമ്മൾ ഒരു ഹെവി യൂസ് ചെയ്താൽ പോലും വി ഷുഡ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 30-35% ബാറ്ററി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇല്ലേ. ഇത് എനിക്ക് ചെയ്യുന്ന സമയത്ത്, ആ ഒരു യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കൊരു, ഞാൻ പറയാം, നമ്മളൊക്കെ ഉറങ്ങാൻ നേരത്തൊക്കെ തന്നെ ഒരു 20% ആവുന്നുണ്ട്. സോ അങ്ങനെ വരാൻ പാടില്ല. പിന്നെ ഹീറ്റിങ്ങിൻ്റെ പരിപാടി, അത് ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾ ഹെവി ഗെയിം, ഞാൻ മറ്റേ ഗ്രിഡ് ലെജൻഡ് പോലത്തെ ഗെയിംസ് കളിക്കുമ്പോൾ ഈ ഒരു സൈഡിൽ ഇവിടെ നല്ല അത്യാവശ്യം ഒരിത്തിരി ചൂടാവുന്നുണ്ട്. ഒന്ന് കൂളിംഗ് സിസ്റ്റം, ഇവർ വേപ്പർ ചേമ്പറിൻ്റെ ഗ്യാസ് ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ഇനി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും VC എത്രയാണ് കൊടുത്തിരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ ഒരു കമൻ്റായിട്ട് വിട്ടേക്കുക. പക്ഷേ അത് നേരാവണ്ണം വർക്ക് ചെയ്യുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ബലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. BGMI ഒക്കെ ഞാൻ പറയുന്നത് ചിപ്സെറ്റ് കേപ്പബിൾ ആയതുകൊണ്ട് എല്ലാ ഗെയിംസും സുഖമായിട്ട് കളിക്കുക. അതിലൊന്നും യാതൊരു ക്വസ്റ്റ്യനും വേണ്ട. Bluetooth 6 ആണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. Wi-Fi 7 ആണ് വരുന്നത്. NFC സപ്പോർട്ട് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെന്തോന്ന്, IR ബ്ലാസ്റ്റർ ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇവിടെയൊന്നും ഇല്ല. അതൊക്കെ തന്നെ എല്ലാ 5G 4G ഒക്കെ ബാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇറ്റ്സ് എ വെരി സോളിഡ് ഫോൺ. ബട്ട് ഐ ഫീൽ നമുക്ക് ഇവിടെയും വേറെ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ്, ഹൈലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോൺ വിത്ത് എ വെരി ഗുഡ് ക്യാമറ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി iQOO Neo 10 ഇസ് എ ഗുഡ് ഓപ്ഷൻ. സെയിം പ്രൈസിലാണ് വരുന്നത്. സോ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഷൗമിയുടെ ഒരു iQOOൻ്റെ അടുത്ത് വെറുപ്പും iQOOൻ്റെ വിവോയുടെ സബ് ബ്രാൻഡാണെന്നൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. ഇതും നിങ്ങൾക്ക് വെറുപ്പും അറപ്പും ആണെങ്കിൽ വേറെ ഏതെടുക്കൂടെ, റിയൽമി, അവിടെയും ചൈനയാണ്. റിയൽമി 14 Pro Plus, ഇപ്പോൾ 15 Proയും Pro Plusഉം വരും, അതും ചൈനയാണ്. അതും നിങ്ങൾക്ക് വെറുപ്പും ഇതുവാണെങ്കിൽ അതും എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നിറങ്ങിയ OnePlus Nord 5 ഉണ്ട്. അതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 8s Gen 4 ആണെങ്കിൽ അതിൽ 8s Gen 3 ആണ് ഇരിക്കുന്നത്. ഓക്സിജൻ OS ആയതുകൊണ്ട് മറ്റേ ബ്ലോട്ട് വെയറും ആഡ്സ് ഒന്നും അധികം കാണൂല. ഇതിലും ഞാൻ നോക്കിയിട്ട് ഒരുപാട് മറ്റേ പിങ് പോങ്, മറ്റേ ബബിൾസ്, അങ്ങനത്തെ കുറേ ഗെയിംസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളയാം, അതൊന്നും വിഷയമൊന്നുമില്ല.
മറ്റേ OnePlus Nord 5 കോമഡി അതാണ്. പിന്നെ OnePlus Nordകാർക്ക് ഞാൻ പറയും ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റേത് അതുപോലും അല്ല. എന്നിട്ടും അവരൊരു 3x ഒപ്റ്റിക്കൽ കൊടുത്തില്ല. അതെനിക്ക് മനസ്സിലായില്ല. 3x ഒപ്റ്റിക്കൽ ഒരു പേരിനെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പോഴും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 50 മെഗാ പിക്സലിൻ്റെ OIS വരണം. ഇതേ സെയിം സെറ്റപ്പ് തന്നെയാണ്. ഇതിൽ ഞാൻ സമ്മതിച്ച് ഓക്കെ ഗെയിമിങ് പെർഫോമൻസ് എന്നുള്ളത്. മറ്റേതെന്തിനാണ് അവിടെ നിങ്ങൾ നോഡ് സീരീസ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങണത്? എനിക്ക് തോന്നിയില്ല കേട്ടോ അതിൽ ഭയങ്കര സംഭവമായിട്ട് തോന്നി. ഈ വർഷം ഇറങ്ങിയ നോഡ് സീരീസ് ഒരു ഞാൻ പറയില്ല 2025 ആയി എന്ന് കുറേ കമ്പനിയൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കിത് പറയാനും പറ്റില്ല. ഇവന്മാർ ഇപ്പോൾ OnePlus ഒക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നത്തിങ് അങ്ങനെ ഇറക്കണേൽ എനിക്ക് മനസ്സിലാക്കാം. പിച്ച വെച്ച് പറഞ്ഞ കമ്പനിയാണ്, അവന്മാർ പിച്ചയാണ്. ഈ OnePlus ഒക്കെ എന്തിനാണ് ഈ പിച്ചത്തരം കാണിക്കണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാട്ടുകാർക്ക് എന്തടേ ഒരു 30,000 ആ ഫോണിൽ ഒരു 3x ഒപ്റ്റിക്കൽ കൊടുത്തിട്ട് എന്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൾക്കാർക്ക് പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കായിരുന്നു. എന്തുകൊണ്ട് റിയൽമിയുടെ 14 Pro Plus മറ്റേ ബ്ലോട്ട് വെയറും ആഡ്സും നിറച്ച് വെച്ച് പറഞ്ഞാൽ ആ വേസ്റ്റ് ഫോണിനെ കാട്ടിലും ബെറ്ററാണ് നിങ്ങളുടെ BB കെയർ അണ്ടറിൽ പറഞ്ഞ OnePlusൻ്റെ ഫോണുകൾ. ബിക്കോസ് ലെസ് മറ്റേ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇതിപ്പോൾ അതിനു വേണ്ടി മാത്രമായിട്ട് അത് മേടിക്കണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ. പിന്നെ അതും ചൈനയാണ്. ഇപ്പോൾ അതും നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ വേറെ ഫോണില്ല കേട്ടോ. പിന്നെ നത്തിങ് ഉണ്ട്. നത്തിങ് ഫോൺ 3A ആണ്, UFS 2.2 ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യൂല. അത് ഒരു വർഷമൊക്കെ നല്ല രീതിയിൽ ഓടും. അത് കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറും. പിന്നെ നമ്മൾ എത്രത്തോളം നമ്മളുടെ സ്റ്റോറേജ് സ്പേസ് കൂട്ടുന്നോ അതിനനുസരിച്ച് ഫോണിൽ ലാഗ് വരാം. ദാറ്റ് ഈസ് ഓൾസോ ദെയർ. അതുകൊണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഇതിപ്പം ഈ ഫോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പമായിട്ടില്ലാത്തതായിട്ടൊരു ഫോണായിട്ടാണ് തോന്നിയത്. പക്ഷേ ആ ചൂട് പരിപാടി അതൊരു വിഷയം തന്നെയാണ്. അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് എനിക്ക് പക്ഷേ നമ്മുടെ iQOO Neo 10 യൂസ് ചെയ്ത സമയത്ത് അങ്ങനത്തെ ഒരു ഹീറ്റിംഗ് പരിപാടിയൊന്നും ഞാൻ എൻകൗണ്ടർ ചെയ്യില്ല. പക്ഷേ അത് പ്ലാസ്റ്റിക് മറ്റേ ബോഡിയും അങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു പ്രീമിയം ഫീലൊന്നും കിട്ടൂല. അത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അതെടുക്കാം. അതല്ലാത്തവർക്ക് ഇതെടുക്കാം. ഇത് പറ്റൂലാത്തുള്ളവർക്ക് OnePlus എടുക്കാം. ബെറ്റർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടെങ്കിൽ. അതല്ലാത്തവർക്ക് ബെറ്റർ ക്യാമറയാണ് വേണ്ടെങ്കിൽ റിയൽമി 14 Pro Plus ഉണ്ട്. അതല്ലാത്തവർക്ക് ഇതുണ്ട് മറ്റേ മോട്ടോറോള Edge 60 Pro. പക്ഷേ അത് എൻ്റെ ഫോണിൻ്റെ അവസ്ഥ അറിയാലോ. പെട്ടി തുറന്നപ്പോൾ തന്നെ ഡാമേജ് ആയിരുന്നു. അതെനിക്ക് റിവ്യൂ പോലും ചെയ്യാത്ത അവസ്ഥയാണ്. ഞാൻ അവന്മാർക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്കൊരു പട്ടിയുടെ വിലയാണ് അവന്മാർ തരുന്നതെന്ന് ആലോചിച്ചപ്പോൾ സാധാരണക്കാരൻ്റെയൊക്കെ ഒരു കേസ് ആലോചിച്ച് ചോദിക്കുകയാണ്. മോട്ടോറോളയുടെ ഫോണിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് ചോദിക്കുകയാണ്. അതൊക്കെയാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ മാർക്കറ്റിൻ്റെ ഗതി. ഇതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ബെറ്റർ സോഫ്റ്റ്വെയർ OnePlus, ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ആൻഡ് പ്രീമിയം ക്വാളിറ്റി വിത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം പോക്കോ, പോയി പ്യുവർലി പെർഫോമൻസ് ആൻഡ് ഗെയിമിംഗ് ആണെങ്കിൽ iQOO, അത്യാവശ്യം ക്യാമറ വേണമെങ്കിൽ റിയൽമി. പക്ഷേ റിയൽമിയുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ബുൾഷിറ്റാണ്. ഇപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞു എൻ്റെ യൂസേജ് സിനാറിയോ ആണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ ഫോൺ മേടിച്ചവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി രേഖപ്പെടുത്തുക. സോ ദാറ്റ് ഇത് മേടിക്കുന്നവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതെന്തായാലും ഒരു 22,000-23,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ സമയത്ത് പോക്കോയുടെ ഫോണുകൾ അതിനെയാണ് ഫേമസ്. 30,000 വരും. പക്ഷേ ഈ പറയുന്ന മറ്റേ ഈ സെയിൽ സമയത്ത് 22,000-നും 21,000 രൂപയ്ക്കൊക്കെ ഇത് അവൈലബിൾ ആകും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ ആ പ്രൈസിന് ഇത് കിട്ടലുമാണ്. 30,000-ന് അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടം. എന്തെങ്കിലും മിസ്സായിട്ട് പോകണമെങ്കിലും കുഴപ്പമില്ല. ഈ ഫോൺ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഇൻ ഫ്യൂച്ചർ ഞാൻ അതിൻ്റെ റാൻഡം ടെക് ടോക്സ് എന്ന് പറഞ്ഞ സീരീസിൽ ഇടുന്നതായിരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് അടിക്കുക. ആൻഡ് പ്ലീസ് ഷെയർ ദിസ് ടു യുവർ ഫ്രണ്ട്സ് ഹു വാണ്ട്സ് ടു ബൈ ദിസ് ഫോൺ. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണ്ടേ. ബൈ. സോറി ഗൈസ്. നമ്മളെ ഉടനെ തന്നെ ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്. ബിക്കോസ് നമ്മുടെ കാർത്തിയുടെ കല്യാണമാണ്, അത് കൂടണം. അപ്പോൾ അവനെയും കുറച്ച് നാൾ നാട്ടിലെ കുറച്ച് സാധനങ്ങൾ ഞാൻ എന്തായാലും നോഡ് CE5 ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആ ഒരു ഫോൺ ഒരു ബെറ്റർ ഫോണായിട്ടാണ് ഫീൽ ചെയ്തത് ഈ പ്രാവശ്യം നോഡ് സീരീസിൽ. സോ ഐ വോണ്ട് ടു ട്രൈ ദാറ്റ് ഔട്ട് ബിക്കോസ് പ്രൈസിങ് ഈസ് ഓൾസോ വെരി നൈസ്. സോ ഐ വുഡ് ലൈക്ക് ടു ഡൂ ദാറ്റ്. പിന്നെ നമ്മുടെ Vivo X200 FE എന്ന് പറയുന്ന ഫോൺ ചെയ്യണം. ബിക്കോസ് ഓൾറെഡി അതിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളൊരു ഫോൺ ഞാൻ എൻ്റെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫോൺ നമ്മുടെ നാട്ടിൽ ഇറക്കിയില്ല. വളരെ വിഷമത്തോടെയാണ് ഞാനത് പറയുന്നത്. ബിക്കോസ് ആ ഫോൺ ഇറക്കണമായിരുന്നു. ഇറ്റ്സ് എ ഡാം ഗുഡ് ഫോൺ. ബട്ട് എനിവേസ് നമുക്കൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വിവോയുടെ ഫോൺ വരുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ എന്തിനാണെന്ന് നമുക്ക് എന്തായാലും റിവ്യൂ വരുമ്പോൾ നമുക്ക് നോക്കാം ഗൈസ് എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ.